ഒറ്റയടിക്ക് കുറേ ഫ്ലൈറ്റ് തന്നെ കൊച്ചിയിലോട്ട് മാറ്റി എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് വലിയൊരു രാഷ്ട്രീയ ഇടപെടൽ തന്നെ നടന്നിട്ടുണ്ടല്ലോ. രാഷ്ട്രീയക്കാരാണ് അപ്പോൾ ഒരു പിടിമുറുക്കുന്നത് എന്ന് പറയാം ഈ കൊച്ചി ലോബിക്ക് പിന്നിൽ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്തിനെ പ്രതിനിധീകരിച്ചിട്ട് ഒരു ശക്തനായ ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ട് കാലങ്ങൾ കുറേ. എനിക്ക് ഓർമ്മയില്ല ഒരു ശക്തനായ നേതാവ് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തിരുവനന്തപുരം നഗര റോഡ് വികസന പദ്ധതി ചെയ്യുമ്പോഴും പല കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ അത് നടത്തരുത് എന്ന് പറയും. ഇതിൻ്റെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലോബി പ്രവർത്തിക്കുന്നത്. അവർ തന്നെയാണ്, അവർക്ക് എന്ത് 12 വെള്ളിക്കാശ് കിട്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല, അവർ തന്നെയാണ് ഇതിന് അഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്തത്. അങ്ങനെ വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് രണ്ടുപേർക്കും ഡെവലപ്പ് ചെയ്യാം, കൊച്ചിക്കും ഡെവലപ്പ് ചെയ്യാം, തിരുവനന്തപുരത്തിനും ഡെവലപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിലൊരു നല്ല ഉദാഹരണം സ്റ്റേഡിയമാണ്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എൻ്റെ പ്രോജക്റ്റായിരുന്നു. അത് ഫുട്ബോളും ക്രിക്കറ്റും കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റേഡിയമായിരുന്നു. അവിടെ രണ്ടും വരാനായിട്ട് നമ്മൾ പ്രവർത്തിച്ച് പോകുമ്പോൾ അതിനെ ട്രാപ്പ് ചെയ്തൊരു കുരുക്കിലാക്കി അതിനെ ഏതാണ്ട് നശിപ്പിച്ചത് തിരുവനന്തപുരത്തെ കായിക രംഗത്തുള്ള ആൾക്കാരെ ഉപയോഗിച്ച് കൊച്ചി ലോബി തന്നെയാണ് ചെയ്തത്. ഇത്രയും ഈ അഹമ്മദാബാദിൽ നരേന്ദ്രമോദി സ്റ്റേഡിയം വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള സ്റ്റേഡിയമായിരുന്നു കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. അതിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സിലും എല്ലാം ഞാൻ ഫുൾ ഇൻവോൾവാണ്. ഞാൻ അതിൻ്റെ മാനേജിങ് ഡയറക്ടറായിരുന്നു. ആ ഒരു സ്റ്റേഡിയത്തിനെ ഇങ്ങനെ ഇട്ട് യാതൊരു ഉപയോഗമില്ലാതെ ഇത്രയും ഒരു അവസ്ഥയിലാക്കാൻ നമ്മുടെ കേരള ഗവൺമെൻറ് മാത്രമേ കഴിയുള്ളൂ. അതിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെയാണ്. നേതാക്കന്മാരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, വളരെ വിഷമമുണ്ട്. വ്യക്തമായിട്ട് എനിക്ക് അതിൽ പ്രൂഫുണ്ട് ആരൊക്കെ അതിൽ ഇൻവോൾവ് ആയിരുന്നുണ്ട്. ഇവിടെ ഒരു ഫുട്ബോൾ മാച്ച് ISL വരണമെന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായിട്ട് ഞാനിതിന് ഈ ISL മാച്ചിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കുകയും പരോക്ഷമായിട്ട് അത് വേണ്ട, ഇപ്പോൾ കുഴപ്പമില്ല സാറേ എന്ന് ഫുട്ബോൾ മാച്ച് അറേഞ്ച് ചെയ്യുന്നവരെ വിളിച്ച് പറഞ്ഞതും എനിക്കറിയാം. അപ്പോൾ അതുപോലെയാണ് ഈ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഈ ലാൻഡ് അക്വിസിഷൻ്റെ കാര്യത്തിലും ഒക്കെ. ഇപ്പോൾ തന്നെ നമ്മൾ അദാനിയുടെ ചോദിച്ചു മുരടിപ്പാണോ, അല്ല തീർച്ചയായിട്ടും അല്ല, പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇതൊന്നും ഒരു കാര്യം ഇതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് റീമോഡലിംഗ് ഓഫ് ദി എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ പോർട്ടിക്കോ ഒക്കെ മോഡൽ ചെയ്തിട്ടുണ്ട്. ഇത് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഒരിക്കൽ അവിടെ പോയപ്പോഴത്തേക്ക് എനിക്ക് വലിയ വിഷമം തോന്നി. അവിടെ ഈ വയലറ്റും ബ്ലൂവും ഒക്കെ LED ലൈറ്റുകളൊക്കെ ഇങ്ങനെ മിന്നി മറയുന്നൊക്കെയുണ്ട്. അപ്പം ഞാൻ ഇവർക്ക് എഴുതി, അൺഫോർച്ചുനേറ്റ്ലി മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് ഒരിക്കൽ ഒരു പത്രസമ്മേളനത്തിൽ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തുകാർക്ക് ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അതൊക്കെ തെറ്റാണ്. അങ്ങനെ ലൈറ്റ് ഇഷ്ടമാണെന്നുള്ള അത് വേറൊരു സെക്ഷനാണ്. എയർപോർട്ടിൽ വരുന്നവർക്ക് ഈ ലൈറ്റ് വലിയ ഇഷ്ടമൊന്നുമല്ല. നമ്മൾ ഒരു എയർപോർട്ടിലും നീലയും മഞ്ഞയും വെള്ളയും ചുവപ്പും പച്ചയും ലൈറ്റുകൾ ഇങ്ങനെ മിന്നി മറയുന്നൊന്നും കണ്ടിട്ടില്ല. നമുക്ക് ഡൽഹി എയർപോർട്ട് അറിയാം, ബോംബെ എയർപോർട്ട് അറിയാം, ഹൈദരാബാദ് അറിയാം, ബാംഗ്ലൂർ അറിയാം. ഇവിടെയൊക്കെ ഇങ്ങനെ കളർഫുൾ ലൈറ്റുകളാണോ വെച്ചിരിക്കുന്നത്? എല്ലാം നല്ല എന്താ പറയട്ടെ, ഒരു യെല്ലോ ടിഞ്ചുള്ള ബൾബുകളാണ് ഉപയോഗിക്കുന്നത് മുഴുവൻ. ഇവിടെ കുറേ ലൈറ്റുകളുണ്ട്. അപ്പം ഞാൻ ഇവർക്ക് എഴുതി, ഇത് മോശമല്ലേ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ ഈ ഒരു പഴയ മുൻമന്ത്രിയുടെ ഒരു പ്രസ്താവന വെച്ചിട്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ മാറ്റുക. നിങ്ങൾ തിരുവനന്തപുരത്ത് ഒരുപാട് ക്വാളിഫൈഡ് ആർക്കിടെക്ട്സ് ഉണ്ട്, മിടുക്കന്മാരുണ്ട്, മിടുക്കികളുണ്ട്. അവരുടെ അടുത്ത് ചോദിക്കുക, അവരുടെ സഹായവും കൂടെ എടുക്കുക. എന്നിട്ട് നല്ല ലൈറ്റ്സ് വയ്ക്കുക, നല്ല ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. അവരെഴുതിയില്ല ഇതൊക്കെ പിന്നെ മാറ്റും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നിട്ടൊരു ഒരു മറുപടി വന്നായിരുന്നു. ഇതൊക്കെ മാറ്റും എന്നൊക്കെ പറഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് മാറാത്ത കാരണം ഞാൻ പിന്നെ എഴുതി, ഞാൻ നോക്കുമ്പോൾ നിങ്ങളിത് പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്ത് പോവുകയാണല്ലോ എന്ന്. അല്ല, അതിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറേ ജസ്റ്റിഫിക്കേഷൻ എനിക്ക് തന്നിട്ടുണ്ട്. അത് ഒന്നും ഒരു നമുക്ക് വിശ്വസിക്കാവുന്ന ജസ്റ്റിഫിക്കേഷൻസ് ഒന്നും അല്ല. എനിക്ക് തോന്നുന്ന ഈ എയർപോർട്ട് അവസാനം തീർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ നാണക്കേടാവും കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്.